വെമ്പായം നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിക്ക് ഇന്നലെ കുത്തേറ്റു. ആ പെൺകുട്ടിയുടെ വീടിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ കുത്തേറ്റിരിക്കുന്നത്. പനവൂർക്കാരൻ സഹാദ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഇന്നലെ രാവിലെ മുതൽ ഈ പെൺകുട്ടിയുടെ വീടിനടുത്ത്, ഗ്രാമീണ സ്ഥലമാണ്, വീടിനടുത്തൊരു ഗ്രൗണ്ടിൽ കാറുമായിട്ട് വന്ന് ആ കാറിലിരുന്നു. അയാൾ ഏകദേശം രാവിലെ മുതൽ കാറിൽ വന്നിരിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയായിട്ട് ഇയാൾക്ക് നേരത്തെ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ പെൺകുട്ടി ഇയാളോട് യോജിക്കുന്നില്ല, ഇയാളോട് താല്പര്യമില്ല എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ സഹദ് രാവിലെ ഒരു 10-10:30 ആയപ്പം തന്നെ ആ വീടിനടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്ന് കാറ് കൊണ്ടിട്ടിരുന്ന് അതിൽ കയറിയിരുന്നു. ഒരു ഗ്രാമീണ റോഡാണ്, മണ്ണ് റോഡാണ്. അയാൾ അവിടെ ഇരുന്നിട്ട് ഈ പെൺകുട്ടിയെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവണം. ഉച്ച കഴിഞ്ഞപ്പം പെൺകുട്ടി വീട്ടിൽ നിന്ന് ആ റോഡിലോട്ട് ഇറങ്ങി വന്ന് ഇയാളുടെ അടുത്ത്. ഇയാൾ ആ പെൺകുട്ടിയുടെ കഴുത്ത് കുത്തിപ്പിടിച്ച് കഴുത്തിൻ്റെ പിന്നിൽ കുത്തി. പെൺകുട്ടി ഉടക്കാൻ നിലവിളിച്ചു, അത് തടയാൻ ശ്രമിച്ചു. അന്നേരം കുട്ടിയുടെ മുഖത്ത് കുത്തി. പിന്നീട് ആ പെൺകുട്ടിയുടെ വയറ്റിലും കുത്തി എന്നാണ് വാർത്തകൾ വരുന്നത്. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ആ ഇട റോഡിലും മണ്ണ് റോഡിൽ ദൂരെയുള്ള വീട്ടുകാരിത് കേട്ട് അവരെല്ലാം കൂടെ ഓടി വന്നു. ഓടി വന്നപ്പോൾ ഇയാൾ ഓടി കാറിനകത്ത് കയറി കാർ ഓടിച്ചു പോയി. പെൺകുട്ടിയെ ഹോസ്പിറ്റലാക്കി. പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ICU യൂണിറ്റിനകത്താണ് കുട്ടികൾ. കഴുത്തിൻ്റെ പിന്നിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. കഴുത്ത് അറക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അയാൾക്ക് 21 വയസ്സോളം പ്രായമുണ്ട്. പനവൂർകാരനാണ് സഹാദ് മുഹമ്മദ്. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങളൊന്നും വരുന്നില്ല. എങ്കിലും പെൺകുട്ടിയുടെ വീടിനടുത്ത് ഇയാൾ കാറുമായിട്ട് വന്നു. രാവിലെ മുതൽ വെയിറ്റ് ചെയ്തു. അതിനുശേഷം പെൺകുട്ടി ഇയാൾ വിളിച്ചിട്ടിറങ്ങി വന്നതാണോ അതോ മറ്റു കാര്യത്തിന് എന്തെങ്കിലും വീട്ടിൽ നിന്ന് താഴോട്ട് ഒരു തിട്ടയുടെ പുറത്താണ് ആ വീടെന്ന് എനിക്ക് തോന്നുന്നു. താഴോട്ട് ഇറങ്ങി വന്നു. ആ സമയത്ത് ഇയാൾ ആ കുട്ടിയെ പിടിച്ച് നിർത്തി കഴുത്തിന് കുത്തി എന്നാണ് വാർത്തകൾ വരുന്നത്. 16 വയസ്സ് മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. ഇത് പല പെൺകുട്ടികൾക്കും ഈ ആപത്ത് കേരളത്തിൽ മുഴുവൻ, ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ഇതുപോലെയുള്ള ബന്ധങ്ങളൊന്നും നല്ലതല്ല. അതൊരാളുടെ മരണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഈ ബന്ധങ്ങൾ എന്തെങ്കിലും ഒലച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നു, അല്ല കൊല്ലാൻ ശ്രമിക്കുന്നതും കാണുന്നു. അതുകൊണ്ട് പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ. കാരണം അബദ്ധത്തിൽ ഞാൻ ചാടരുത്. ആവശ്യമില്ലാതെ ആൾക്കാർ വന്ന് പരിചയപ്പെടും. ആ പരിചയം മുതലെടുക്കുക അവർ നോക്കും. അതിന് വഴങ്ങിയില്ലെങ്കിൽ ഇതുപോലുള്ള ആപത്തുണ്ടാവും, നമ്മുടെ മരണം തന്നെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ശിഥിലമായ ബന്ധങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്നതാണ് കുട്ടികൾക്ക് നല്ലത്. 15, 16, 17 വയസ്സുള്ള പയ്യന്മാരാണ് മിക്കവാറും ഇതുപോലുള്ള പ്രശ്നത്തിൽ ഇടപെടുന്നതും അവരെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതൊക്കെ. അതുകൊണ്ട് ഈ കുട്ടിയുടെ ഒരു ടിപ്പിക്കൽ കേസാണ്. കാരണം ഇതിനടുത്ത് നമുക്ക് അറിയാമല്ലോ, വെമ്പായത്തിനടുത്ത് വെഞ്ഞാറമ്മൂട്ടിൽ അവിടെ അഫാൻ്റെ പല സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അഫാൻ ആ പെൺകുട്ടിയെ അയാളുടെ വീട്ടിൽ കൊണ്ട് ഇരുത്തി, 2ാം നിലയിൽ കയറ്റി ഇരുത്തി, കസേരയിലിരുത്തി. അതിനെ ആ കസേര ഇരുത്തി തന്നെയാണ് മുഖത്തും കഴുത്തിലും കുത്തി അതിനെ കൊന്നത്. അഫാനെ 4-5 പേരെ കൊന്നിട്ടുണ്ട്. എങ്കിലും അഫാൻ ആ പെൺകുട്ടിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അതിനെ വിളിച്ചു വരുത്തി തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. 2ാം നിലയെ കൊണ്ട് ഇരുത്തി, ഒരു ചാരു കസേര ഇരുത്തി സൗകര്യപൂർവ്വം കുത്തിക്കൊന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിൽ നിന്ന് മാറി സഞ്ചരിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. കാരണം ചതി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം വയലൻ്റാണ്. അത് തന്നെയല്ല, അവർ കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പം കൊല്ലാനുള്ള വാഞ്ചന അവർക്ക് കൂടിക്കൂടി വരുന്നു. അതിനിവർ വിധേയമാകുന്നതായിട്ടാണ് കാഴ്ച നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇയാളെ ഇപ്പം ഈ സഹാദ് മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാൾ ഒളിവിൽ പോയെങ്കിലും ഇപ്പം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾ അവരുടെ കസ്റ്റഡിയിലാണ്. ഇന്ന് കോടതിയിൽ
ഹാജരാക്കിയേക്കും. അറ്റംപ്റ്റ് ടു മർഡർ ആയിരിക്കും ആ കേസിനകത്ത് അവർ ഉൾക്കൊള്ളിക്കുന്ന വകുപ്പ്.